ഓ ഇവരെവിടെ പോയി? മുത്തോ മുത്തോ, ഞാൻ റെഡി കൊച്ചമ്മ. ഇവിടെ ഇങ്ങോട്ട് വാ. What you wanna do? It's on you. What you wanna do? It's on you. എന്താ പാടാ ഇത്? കൊച്ചമ്മയോട് വരുമ്പോ നല്ല ടിപ് ടോപ്പ് ആയിട്ട് വരണമല്ലോ, അതുകൊണ്ട് ഞാൻ ഒത്തിരി ടിപ് ടോപ്പ് ആയി. എങ്ങനെ കൊള്ളാമോ? ഇത് അതെ. ഇത് കണ്ടാലേ ഓണക്കാലത്തെ പുലിക്കളികളോടൊരു മാടനുണ്ടാവൂലേ, അതുപോലെ What you wanna do? It's on you. കൂളിംഗ് ഗ്ലാസ് പതുക്കെ മാറ്റിയേക്കാം. ഇതെങ്ങനെയുണ്ട് കൊച്ചമ്മ? കൂളിംഗ് ഗ്ലാസ് മാറ്റിയാൽ ശരിയാവോ? ഈ പുത്തൊക്കെ എടുത്ത് വെളിയിടറാ. ഇതാണ് ഏറ്റവും നല്ല പവർ എന്ന് പറഞ്ഞത്. ഇത് കണ്ട ഇൻ ചെയ്തിരിക്കുമ്പോഴാണ് ഗെറ്റപ്പ്. അത് പക്ഷെ ഈ പവർ നീ കൊണ്ടു നടന്നാലേ എന്റെ പവർ പോയി കിട്ടും. അതാ ഇതിനകത്തെ പ്രശ്നം. എന്റെ പൊന്നെ ദൈവമേ, ഇത് എന്തോ അതും എടുത്ത് മര്യാദക്കൊക്കെ വേഷം കെട്ടി ഒന്ന് കൂടെ വരാൻ വയ്യേ എന്റെ പുത്തു. റെഡി കൊച്ചമ്മ. എപ്പോഴും എന്റെ കൂടെ ഇതും എടുത്തിട്ടുണ്ട്. ഇതെത്തുവാ? അല്ല, ഇതെപ്പോഴും എന്റെ കൂടെ ഉണ്ടാവുമല്ലോ. അതായത് കൊച്ചമ്മ എന്തായാലും അവർക്ക് ഗിഫ്റ്റ് കൊടുക്കും. അപ്പൊ ഞാനും എന്തെങ്കിലും കൊടുക്കണമല്ലോ. അപ്പൊ ഞാൻ അവർക്കൊരു 5 പാട്ട് പാടി കൊടുക്കാൻ വിചാരിക്കും. അതിനുള്ള പാട്ട് പുസ്തകമാണ് കല്യാണ സാധനം. മുത്തു, ഞാനൊരു കാര്യം പറയട്ടെ. എന്ത് കൊച്ചമ്മ? നീ അവിടെ ചെന്ന് പാട്ടൊക്കെ പാടിയിട്ടേ അവസാനം കിട്ടുന്ന ചോറ് പോലും കിട്ടാതാവും. ആ കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇല്ല കൊച്ചമ്മ, അത് എന്റെ നല്ല പാട്ടുകൾ കേൾക്കാത്തതുകൊണ്ടാണ്. നിനക്കിത് എന്തിന്റെ സൂക്കേടാ? നിന്റെ പാട്ട് കേൾക്കാഞ്ഞിട്ടല്ലേ നീ മര്യാദയ്ക്ക് ഒരു സഹായത്തിന് എന്റെ കൂടെ വന്നാ മതി. ഓവറായിട്ടുള്ള അഭ്യാസങ്ങളൊന്നും കാണിക്കല്ലേ പൊന്നു മുത്തു. അയ്യോ എന്റെ കൊച്ചമ്മ, അതല്ല ഞാൻ. അതായത് അവിടുത്തെ ആദ്യം തുടങ്ങുന്നെന്ന് പറഞ്ഞാൽ വധൂവരന്മാരെ എന്ന പാട്ട് തുടങ്ങും. എന്നിട്ട് മാംഗല്യം തന്തുനാനേന ഇതിൽ കൊണ്ടങ്ങ് നിർത്തും. എങ്ങനെയുണ്ട്? നിർത്തുക. അത് നീ കൊണ്ട് നിർത്തുമ്പോഴേ എന്റെ കാര്യം കൊഞ്ഞനാനേ വാന്നാവും. മനസ്സിലായോ? അതിനും സമ്മതിക്കൂല. ജീവിച്ചു പൊക്കോട്ടറാ മര്യാദക്ക്. അത് മാറ്റാം. ഒന്നിനും സമ്മതിക്കില്ല. ഞാൻ പറയുന്നുണ്ട് കേക്ക്. മര്യാദക്ക് ഒരു കൂട്ട് വന്നാ മതി കേട്ടോ. അമ്മേനെങ്ങോട്ടാ ബാഗ് ഇട്ട് ആണ്ട് നടക്കുന്നത്? എടാ, അച്ഛന്റെ ഒരു പഴയ കൂട്ടുകാരല്ലേ രവി മേനോൻ, അങ്കമാലിക്കാരൻ. രവിയുടെ മകന്റെ കല്യാണമാണ്. അയ്യോ, ഇത്രയും കാര്യമായിട്ടൊക്കെ വന്ന് വിളിച്ച സ്ഥിതിക്ക് അച്ഛനുമായിട്ടുള്ള അടുപ്പൊക്കെ വെച്ചോണ്ട് നോക്കുമ്പോഴേ ഞങ്ങളൊന്ന് കല്യാണത്തിന് പോയിട്ട് വരാം. അല്ലമ്മ, ഇപ്പൊ ഇറങ്ങി കഴിഞ്ഞ അങ്കമാലി എപ്പത്താനാ? കല്യാണം ഇന്നല്ല, കല്യാണം നാളെ രാവിലെ. അപ്പൊ ഇന്നങ്ങ് ചെന്നാലേ ഫ്ലൈറ്റ് ഉണ്ടല്ലോ. അങ്ങ് ചെന്ന് കഴിഞ്ഞാല് അതിന് അവിടെ താമസിക്കാനുള്ള മുറി മറ്റു കാര്യങ്ങളെല്ലാം രവി ഏർപ്പാട് ചെയ്തു. സ്റ്റേ അവിടെ. കൊച്ചമ്മ, നമ്മൾ എന്തിനാണ് പോണത്? പ്ലെയിനില്. കൊച്ചി തറങ്ങോടാ. എന്തൊരു പേടിയാ കൊച്ചമ്മ. ഞാൻ ഈ പണ്ടേ കുഞ്ഞിലെ ഉത്സവപ്പറമ്പിൽ പോകുമ്പോ കുഞ്ഞു പ്ലെയിനിന് വേണ്ടിട്ട് എന്റെ അമ്മയെടുത്ത് എന്തുമാത്രം കരഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ? ഞാൻ ഇതാദ്യമായിട്ട് ഒറിജിനൽ പ്ലെയിനിൽ കയറാൻ പോണേ. അയ്യോ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പ്ലെയിനിൽ കൊണ്ടുപോകാതൊക്കെ പറഞ്ഞില്ലേ? നമുക്ക് മറക്കൂല കൊച്ചമ്മ, ഇതൊരു കാലത്തും ഞാൻ പ്ലെയിനിലാണ് പോണത്. എന്നാലും എന്റെ കൊച്ചമ്മ എന്നെ കൊണ്ടുപോകണല്ലേ. ഞങ്ങള് പോയിട്ട് നമ്മളെ കല്യാണമൊക്കെ കഴിഞ്ഞ് വരാം. ഒരു സഹായത്തിന് അവനും കൂടി ഇരിക്കട്ടെ. ഞാൻ ഉണ്ടെങ്കിൽ കൊച്ചമ്മ ഒന്നിനും നോക്കണ്ടല്ലോ. ശരി, ഞങ്ങൾ പോയിട്ട് വരട്ടെ. ഇറങ്ങാം. ഞങ്ങൾ ഇറങ്ങട്ടെ. പോരെ, പറഞ്ഞേക്കാം. പ്ലെയിനിലാണ് പോണത്. വന്നിട്ട് വെച്ചേട്ടാ പറയാം. ഓക്കെ. അപ്പൊ ഇനി 2 ദിവസത്തേക്ക് ഈ വീട്ടിൽ ആരുമില്ല. ഈ വീട്ടിലുള്ള ബാക്കിയുള്ളവരും കൂടെ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 ദിവസത്തേക്ക് പൊളിക്കും. ലെറ്റ് മീ കോൾ മനു. അമ്മ, നോക്കട്ടെ. ശരി അമ്മ, ഞാൻ വിളിക്കാം. ഇങ്ങനാണോ ഷൂ പോളിഷ് ചെയ്യുന്നേ? ഇങ്ങത്താ, ഞാൻ പോളിഷ് ചെയ്യും. ലക്ഷ്മി, നിനക്ക് എന്ത് പറ്റി? എനിക്കെന്ത് പറ്റാൻ? ഒന്നും പറ്റിയില്ല. അല്ല, നിന്റെ അച്ഛന് കിഡ്നി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾ അങ്ങനെ എന്തെങ്കിലും? ഇല്ല. എന്തേ? ഒന്നുമില്ല, ചെയ്യണോണ്ട് ചോദിച്ചാ. ഇതാ കുഴപ്പം. ഞാനിപ്പോ പ്രശ്നപ്പെട്ട ഒന്നും ചെയ്തു തരാറില്ലേ. ഒരല്പം സ്നേഹം കാണിക്കാന്ന് വെച്ചപ്പോ അതും സംശയം. സ്വന്തമായിട്ട് തേച്ചോ. അയ്യോ വേണ്ട, നീ ആശിച്ചെടുത്തേണ്ടി ചെയ്തോ. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ? അതെന്താ ചോദിക്കാത്തത്? ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുന്നു. അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതെന്നും വിളിക്കാറുണ്ടല്ലോ. ഇതല്ല, വേറൊരു കാര്യം പറയാൻ വേണ്ടിട്ടാ. അതേതാ വേറെ കാര്യം?
അമ്മയുടെ അനിയനും കുടുംബമൊക്കെ സിംഗപ്പൂരിൽ നിന്ന് നാട്ടിൽ വരുന്നുണ്ട്. അവരെയും കൂട്ടി തിരുപ്പതിക്കൊന്ന് പോണം. ആഹാ, അവര് തിരുപ്പതിയിലോ പളനിയിലോ എവിടെ വേണോ പോട്ടെ, അതിന് നമുക്കെന്താ? അതല്ല, പിന്നെ നമ്മുടെ വണ്ടിയിൽ നമ്മൾ അവരെ കൊണ്ടുപോകണമെന്ന് അമ്മ പറഞ്ഞേ. നമ്മളെ വണ്ടിയിൽ ഞാൻ അവരെ തിരുപ്പതിയിലും പളനിയിലും കൊണ്ടുപോകാൻ ഞാൻ എന്തോടി കോൾ ടാക്സി ഡ്രൈവറാ? അവരവരെ പാടും നോക്കി പൊയ്ക്കോളൂ, നീ ചുമ്മാ ഇരുന്നേ. എന്നാ ഞാനും കൂടെ പോകും. നീ പോയാൽ എങ്ങനെ ശരിയാവും? അവിടെ മോളുടെ സ്റ്റഡീസ് ഇല്ലേ, നീ വെറുതെ അവളെ സ്റ്റഡീസ് വെച്ച് കളിക്കല്ലേ. ഷടാ, ഇത് നല്ല കാര്യം കേട്ടോ. എന്നെ എവിടെ ഇട്ട് കൊണ്ടുപോകത്തുമില്ല. എന്നാ ആരെങ്കിലും എന്നെ കൊണ്ടുപോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതും സമ്മതിക്കത്തില്ല. ഞാൻ എപ്പോഴും ഇവിടെ തന്നെ കിടക്കണോ? നിന്നെ കൊണ്ടുപോണ കാര്യമൊക്കെ നമുക്ക് ഓണത്തിന് ചിന്തിക്കാം. ഏതോണത്തിന്? ഈ വരുന്ന ഓണം വെക്കേഷൻ ഉണ്ടല്ലോ, നമുക്കപ്പം പോവാം. ഇപ്പൊ തൽക്കാലം നീ അവർക്കൊരു ടാക്സി ബുക്ക് ചെയ്ത് അവര് പോയിട്ട് വരും. എന്നാ ഞാൻ പോട്ടെ. എന്നെ എവിടെയും വിടത്തില്ല, ഇവിടെ തന്നെ പിടിച്ചോണ്ടിരുന്നു. അമ്മയോട് എന്ത് പറയും? എന്റെ പൊന്നളിയെ ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ ഒരു 1000 രൂപ എവിടെ നിന്ന് അറേഞ്ച് ചെയ്തിട്ട് ഒരു സാധനം എടുത്തോണ്ട് ഇങ്ങോട്ട് വരാൻ നോക്കി. ഇവിടെ ആരും ഇല്ലെന്ന്. എടാ, എന്റെ ഗൂഗിൾ പേ വർക്ക് ചെയ്യാത്തോണ്ടല്ലേ, നിനക്ക് പൈസ കിട്ടിയാ പോരെ? അത് ഞാൻ ചേട്ടനെ വാങ്ങിച്ചു. ഓക്കെ, ശരി, പെട്ടെന്നോ. ഏട്ടാ ഏട്ടാ, എന്താ വാട്ട്സ് ദി പ്ലാൻ ഫോർ ദി ഈവനിങ് ബ്രോ? പരിപാടി ഇല്ലെന്നൊന്നും പറയാനില്ല, എന്നാ ഉണ്ട്. പിന്നെ വണ്ടിയും പൈസയും മാത്രം ചോദിക്കരുത്. വണ്ടിയും പൈസ കാർക്ക് വേണം ചേട്ടാ. പിന്നെ ഏട്ടനെ ഏട്ടത്തെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടാ മതി. നീ എന്തോന്ന് ഓർത്തോളാടാ ഈ പറയണത്? കാര്യം അവൾ ഓടി നടന്ന് വഴക്കുണ്ടാക്കുമായിരിക്കും. എന്ന് പറഞ്ഞ് എനിക്ക് അവളെ വീട്ടിൽ കൊണ്ടാക്കാൻ പറ്റുമോ? ഏട്ടൻ ടെൻഷൻ ആവല്ലേ, ഞാൻ ആ ഒരു അർത്ഥത്തിൽ പറഞ്ഞതല്ല. പിന്നെ അമ്മ നാളെ അങ്കമാലിയിലത്തെ കല്യാണം കഴിഞ്ഞ് രാവിലെ ഇങ്ങോട്ട് എത്തത്തുള്ളൂ. അപ്പൊ ഏട്ടൻ ഇപ്പൊ ഏട്ടത്തെ വീട്ടിൽ കൊണ്ട് വിട്ട് കഴിഞ്ഞാ നമ്മള് മാത്രമേ ഇവിടെ ഉള്ളൂ. മനു കുറച്ച് കഴിയുമ്പോ സാധനമായിട്ട് ഇങ്ങോട്ട് വരും. ഏത് എങ്കി നോക്കാം. അല്ല അപ്പൊ സുരഭിയ അത് ഞാൻ ബാക്ക് ചെയ്തോളാം. എങ്കി സെറ്റ് ചെയ്യാം. ഈവനിങ് ഉള്ള ടച്ചിങ്സ് എന്തെങ്കിലും ചേട്ടൻ സെറ്റ് ചെയ്യുമല്ലോ അല്ലേ? അതൊക്കെ ഞാൻ സെറ്റ് ചെയ്തോളാം. ഇല്ല, പൊളിക്കണം. സുരഭി ഇവിടെ നിൽക്കുമായിരുന്നു. ഓ, തുണി എവിടെയാണ്? എന്തിനാടോ ഇവിടെ ഇട്ട് തുണി എഴുതുന്നേ? അകത്ത് വാഷിംഗ് മെഷീൻ ഇല്ല, അതിലത്ത് ഇട്ടാ പോരെ? വാഷിംഗ് മെഷീനിലെ തുണി ഇല്ലതായിപ്പോ. എന്നാൽ ഇതൊക്കെ ഭയങ്കര മെനക്കേടല്ലേ? എനിക്കിതൊക്കെ ശീലമായതാണ്. അല്ല, അണ്ണ എന്തിനാ പിന്നെ കാണാൻ വേണ്ടി വന്നത്? അമ്മേ, നാളെ രാവിലെ അല്ലേ കല്യാണത്തിന്റെ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തിട്ട് വരത്തുള്ളൂ. അപ്പൊ സുരഭി വേണേ 2 ദിവസത്തേക്ക് വീട്ടിൽ പോയി നിന്നോ. ആരാ വീട്ടില്? സുരഭിയുടെ. എന്തിന്? അല്ല, അമ്മ അവിടെ തനിച്ചാണല്ലോ, അപ്പം എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞ് നിൽക്കാൻ വേണ്ടിട്ട് സുരഭി അവിടെ ചെന്ന് കഴിഞ്ഞാൽ അമ്മയ്ക്ക് സന്തോഷവും. ഏത് ഇല്ലേ? അണ്ണൻ എന്ത് ഇപ്പൊ അമ്മായിയമ്മ അടുത്ത് ഇത്ര സ്നേഹം തോന്നാൻ കാര്യം? അങ്ങനൊന്നുമില്ല. പിന്നെ അല്ല, അമ്മ കുറച്ചു മുമ്പേ വിളിച്ചിരുന്നേ. എന്ത് വിളിച്ചിട്ട് പറയുന്നത് ഓരോ പരിഭവം പോലെയാ. ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോഴേ മാനസിക വിഷമവും ഭയങ്കരമായിട്ട് വരും. അപ്പം നീ അവിടെ ചെല്ലുവാണെങ്കിൽ അത് ഓക്കെ ആയിരിക്കും. എന്നാലേ അമ്മ ഇവിടെ കൊണ്ടുവരാം. ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, സുരഭി അങ്ങോട്ട് പോയാൽ മതി. തന്നെ? അപ്പോ ഞാൻ ഇന്ന് പോയിട്ട് നാളെ വരാം അല്ലേ? പെർഫെക്റ്റ് പ്ലാൻ. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഈ തുണിയെ കഴുകിട്ടിട്ട് പോവാം. ഞാൻ കഴിക്കോളാം, നീ റെഡി നോക്കി. എന്റെ തുണികളാ? അതിനിപ്പോ എന്താ, ഞാൻ കഴിക്കോളാം, നീ മാറിക്ക്. എന്തോന്നാ? ഒന്നുമില്ല, ഞാൻ കഴിത്തരാന്ന് പറഞ്ഞല്ലോ. മാറിക്കേ അങ്ങോട്ട്. ഭാര്യയുടെ ഡ്രസ് ഭർത്താവ് കഴുകാൻ പാടില്ലെന്നൊന്നും ഒരിടത്തും പറഞ്ഞിട്ടില്ല. എനിക്കും കഴുകാം, നീ പോയി പെട്ടെന്ന് റെഡിയോ. ഓ, എന്റെ ഒരു കാര്യം കഴുവോ? വെള്ളമൊക്കെ വെള്ളം എടുക്കുമല്ലോ അല്ലേ? എല്ലാം ഞാൻ നോക്കണം. പെർഫെക്റ്റ് പ്ലാൻ. മോള് രാവിലെ സ്കൂളിൽ പോയി, അറിഞ്ഞില്ലേ? അയ്യോ, ഞാൻ അവളെ അല്ല നിന്നെ തന്നെ മോളേന്ന് വിളിച്ചേ. എന്നെ? എന്തിനാ? ചുമ്മാ ഒരു രസം. നീ എന്ത് ചെയ്യാ ഇപ്പൊ എന്തിനാ കൈ പിടിച്ചേ? അത് ഒരു രസം. ഈ രസത്തിനാണോ രാവിലെ ഓഫീസിൽ പോകാതെ തിരിച്ചു വന്നത്? അത് ഞാൻ ഓഫീസിൽ പോണ സമയത്തെ താഴെ സോഫയിലിരുന്ന് കുറേ നേരം ആലോചിച്ചു. സോഫയുടെ കാര്യം? അയ്യോ, സോഫയുടെ നിന്റെ കാര്യം.
എന്റെ കാര്യം എന്തിന്? നിന്റെ കാര്യം ഞാനല്ലേ ആലോചിക്കണ്ടേ? നേരത്തെ ഇങ്ങനൊന്നുമല്ലല്ലോ പറഞ്ഞിട്ട് പോയത്. അത് എനിക്ക് മനസ്സിലായി മോളെ. നേരത്തെ ഞാൻ കുറച്ച് പരുഷമായിട്ട് തന്നെ പെരുമാറിയത്. അതിൽ ഞാൻ പശ്ചാത്തപിക്കുന്നു. നീ ഒരു കാര്യം ചെയ്യും, റെഡിയാവും വേഗം. എന്തേലും പറ്റിയോ? രാവിലെ പുറത്തിറങ്ങിയപ്പോ തലയിൽ തേങ്ങ വല്ലതും വേണോ? പെർഫെക്റ്റ്ലി ഓൾറൈറ്റ്. അമ്പലത്തിൽ പോണ്ടേ? തിരുപ്പതി. നിന്നെ ഞാൻ കൊണ്ട് വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം. പിങ്കി മോളെ സ്കൂളിൽ വിളിച്ച് പറയാം, അവളെ വീട്ടിലോട്ട് ഡ്രോപ്പ് ചെയ്യാം. ഏതായിരുന്നാലും ഞാൻ കാരണം നിങ്ങളുടെ യാത്ര മുടങ്ങണ്ട. ഓ ഇനിയിപ്പോ വേണ്ട, എനിക്ക് ആ താല്പര്യം അങ്ങ് പോയി. No! എന്താ? അയ്യോ രശ്മി മോളെ, ഇത് അമ്പലത്തിന്റെ കാര്യമാണ്. അവിടെ നിന്ന് വല്ല നിന്നേം ചെയ്താ നമ്മള് ബിസിനസ്സിൽ താഴോട്ട് വരും. അതറിയാലോ നിനക്ക്. അതുകൊണ്ട് നീ വന്നേ, പെട്ടെന്ന് റെഡി ആയിട്ടെ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്ക് എല്ലാം മനസ്സിലായിക്കോളും വഴിയെ. നീ ബാബാ. എനിക്ക് പോണ്ട. അയ്യോ അങ്ങനെ പറയില്ലേ, ബാബാ ഇറങ്ങി. പെട്ടെന്ന് റെഡി ആയിട്ടെ. ചെല്ല് 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 ചെല്ല്. എന്താ സാജ? സാജനെ ഞാൻ അവിടെ എന്തിനാണ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്? ആ കണക്ക് നോക്കാൻ, അല്ലാതെ ഞാൻ ഓഫീസിൽ വന്ന് പോണ ടൈം നോക്കാനല്ല. വച്ചിട്ട് പോണം. അണ്ണാ തുണി കഴുകിട്ടാ? തുണിയൊക്കെ എപ്പോഴും കഴുകി, ഞാനത് വിരിക്കുകയും ചെയ്തു. ആണാ? ഞാൻ പോട്ടാ അണ്ണാ. അല്ലേ വെയിറ്റ്, ചേട്ടൻ ചിലപ്പം പോകുന്ന വഴി തന്നെ ഡ്രോപ്പ് ചെയ്യും. വേണ്ട അണ്ണാ, ഞാൻ നടന്നു നോക്കോളാം. ആണോ? പോട്ടാ. എന്തെങ്കിലും വിളിക്കണേ. വിളിക്കാവേ. ബൈ ബൈ. ആ പൊക്കോ പൊക്കോ പൊക്കോ. എടാ ഞാൻ ഇവിടെ കൊണ്ടാക്കിട്ട് വരാം. എന്നെ കൊണ്ടാക്കിയിട്ടിട്ട് ഏട്ടൻ എന്തിനാ തിരിച്ചിങ്ങോട്ട് വരുന്നേ? അത് പിന്നെ ഓഫീസിൽ പോയിട്ട് രാത്രി ഇങ്ങോട്ട് തന്നെയല്ലേ ഞാൻ വരുന്നേ. അത് പറഞ്ഞതാ. ചേട്ടൻ ചുമ്മാ ഓരോന്ന് പറഞ്ഞ് ചളവാക്കാൻ നിൽക്കാതെ പെട്ടെന്ന് കൊണ്ടുവിട്ടിട്ട് രാത്രി വാ. ശരി വാ വാ. രാത്രി പറഞ്ഞു കേട്ടോ. എടാ നീ ഇതേതോ വന്നു? അതൊക്കെ കറങ്ങി തിരിഞ്ഞ് വന്ന്. അതെ, ഞാൻ വരുന്ന സുരഭി അങ്ങനെ കണ്ടു കഴിഞ്ഞാലേ നിന്നെ ഞാനാ കൊണ്ട് കുടിപ്പിക്കുന്നത് അവള് പറയും. എന്തിനാ വെറുതെ? അത് ശരി. ഈ കവറാത്ത എന്തോ ഫ്രൂട്ട്സ്. എടാ അപ്പൊ സാധനം കിട്ടിയില്ലേ? സാധനം കിട്ടി. ഇന്ന് നമ്മൾ അടിച്ചടിച്ച് ഒരു ഇന്റർനാഷണൽ പൊളിയെങ്കിൽ പൊളിക്കും. പിന്നല്ല. അതായത് ഈ ഫ്രൂട്ട്സ് നമ്മുടെ അടുത്ത് കട്ട് ചെയ്യും. ഓക്കെ. കട്ട് ചെയ്തിട്ട് ഒരു ജാറിനകത്തോട്ട് മാറ്റി വെക്കും. ഓക്കെ. അതിനകത്ത് ഈ സാധനം എടുത്ത് ഒഴിക്കും. 2 മണിക്കൂർ വെക്കും. 2 മണിക്കൂർ വെച്ചതിന് ശേഷം ഗ്ലാസ് എടുത്ത് ജങ്ക് ചകാന്ന് പറഞ്ഞായിരിക്കും. ഓ ചങ്ക അതൊക്കെ അവിടെ നിക്കട്ട്. ഇത് എന്റെ അമ്മച്ചി റേഷന്റെയും മണ്ണെണ്ണ മേടിക്കാൻ പൈസ ബ്രഷോപ്പായിട്ട് വരും എനിക്ക് മേടിച്ചു. ചേട്ടൻ വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ക്ലോസ് ചെയ്യും. അല്ലെ അമ്മച്ചി ഞാൻ ഇങ്ങോട്ട് വിളിക്കും. നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ. പിന്നെ എന്താണ്? ജിലേബി ഉണ്ടാ? ജിലേബി തീർന്നുപോയാ? അയ്യോ മറ്റേ നൂഡിൽസ് ഉണ്ടാ? നൂഡിൽസ് ഉണ്ടാ? ആ അതും ഇല്ലേ? ആ കൊച്ചവിടെയല്ലേ നിക്കുന്നത്? മതി. എന്തൊരു കോലോടെ ഇത്? കൊച്ചവടി എന്തേ നോക്കട്ടെ. അല്ല നിന്റെ ചെവിയുടെ പുറകിലൊരു പൂ ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ കാണുന്നില്ലല്ലോ. എടീ പളവളത്തെ സാരിയൊക്കെ എന്താണ് നിന്റെ? എത്രയായിപ്പാ? നിനക്ക് എന്തോന്നാണ്? കുറെ നേരം ആയല്ല കണ 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 കണന്ന് പറയാൻ തുടങ്ങിയിട്ട്. എന്താണ് ഇത്? എന്തൊരു കോലോടി? എനിക്കല്ലല്ലോ കുഴപ്പം, നിനക്ക് നിന്റെ മൂക്കല്ലോ കുഴപ്പം. എനിക്ക് എന്തെങ്കിലും കുഴപ്പം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങ് സഹിച്ചു കേട്ടാ. നീ അതിനകത്ത് ഒരുപാട് വിഷമിക്കേണ്ട കാര്യമില്ല. പിന്നെ പോയണോന്നെ. എന്താ പോവാൻ? ഇതെന്താ നിന്റെ അമ്മായിമ്മയുടെ വകയാണോ ഇത് ഈ റോഡ്? എന്റെ അമ്മായിമ്മയുടെ വകയൊന്നും ആയിരിക്കില്ല, പക്ഷെ നീ എന്റെ കൈവാക്കിനാണ് നിൽക്കണത്, ഓർമ്മ വേണം. അങ്ങനെ പറയല്ലേടി, എനിക്ക് പേടിയടി. നീ അങ്ങനെ പറയല്ലേടി. നിനക്ക് എന്തോന്നാണ്? എടാ നിന്നെ കണ്ടിട്ടേ ശരിക്കും എനിക്ക് ചിരി വരുന്നു കൊച്ചപ്പടി.
എന്നാ അങ്ങോട്ട് മാറി അങ്ങോട്ട് ചിരിച്ചാണ് കുറെ അങ്ങോട്ട്. ഞാൻ ചിരിക്കാനല്ല വന്നത്, എനിക്ക് നല്ല രണ്ട് വർത്തമാനം പറയണം, അതിനാണ് ഞാൻ വന്നത്. മാറി പറയേ, എന്റെ അടുക്ക പറയണ എന്തിനാണ്? നിന്നെ കണ്ട സ്ഥിതിക്ക് നിന്നോട് തന്നെ പറയണം എനിക്ക്. ദാണ്ടവനെ, എനിക്ക് നിന്റെ ഇടയ്ക്ക് ചിലക്കാൻ വയ്യ, നീ പോയാണ്. നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാനും എന്റെ വീട്ടുകാരും തമ്മിൽ ഈ ചന്ദ്രകാശം വീടുമായിട്ട് കുറെ വർഷങ്ങളായിട്ട് തുടങ്ങിയ ബന്ധമാ. അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. ഞാൻ എന്തിനാണ് ഞാൻ തലകുത്തി നിക്കണാ? എന്താണ് നിന്റെ മോൾ എന്താ എന്റെ മോനോട് പറഞ്ഞത്? അവന്റെ വീട്ടിൽ കയറി ചെന്നാലേ അവന്റെ കാലിന്റെ മുട്ടയല്ലേ ഓടിക്കുമെന്ന്. അവന്റെ കാലിന്റെ മുട്ട് ഞാൻ തല്ലി എടുക്കണമെന്ന് വിചാരിച്ചിരിക്കണേ. ഓടിക്കാണെങ്കിൽ പാടി അവന്റെ കാലിന്റെ മുട്ട അവന്റെ അടുക്ക് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ കയ്യിലിരിപ്പുണ്ടായിരിക്കും. അത് ആദ്യം എന്തിനും നിന്റെ മോനോട് ചോദിച്ചു. അതെ, മോനോട് ചോദിക്കാൻ പോലെ ഞാൻ അവിടുത്തെ ഇങ്ങോട്ട് നോക്കടി. നീ എന്തോന്ന് തിരിഞ്ഞിരിക്കുന്നേ? നിന്റെ കാണാൻ നിൽക്കുമെന്ന് ഞാനേ. നീ എന്നെ ഇങ്ങോട്ട് നോക്കടി, എന്റെ മുഖത്തൊക്കെ സംസാരിക്കടി. നിന്റെ മുഖത്തല്ല, പിന്നെ ഞാൻ എവിടെ നോക്കി സംസാരിച്ചു തരാം. ഞാൻ ചേച്ചി അടുത്ത് ചോദിക്കാൻ ഞാൻ ചേച്ചി അടുത്ത് പോയി 2 വാക്ക് ചോദിക്കട്ടെ. ആ ചെല്ല്, 2 വാക്ക് ചെല്ല്. നിന്റെ മോളെ അവിടെ കെട്ടിച്ചുവിട്ടിട്ടല്ല. നീ ചെല്ലാൻ പാടി, നീ നടക്ക്. മഞ്ചും കൂടി തന്നാണ്. ആ ചേച്ചിയോട് ദേഷ്യപ്പെടുന്നുണ്ട്. എന്താണോ ഉണ്ടോ നിനക്ക്? പാവം പിടിച്ച ചേച്ചി എന്റെ കാലുണ്ടല്ലോ കിടക്കുന്നു. ആണ്ടേ, നീ ഇതവിടെ പോന്നു? ഞാൻ അങ്ങോട്ട് വരായിരുന്നു വീട്ടിലോട്ട്. അമ്മ എങ്ങോട്ട് പോണ? ഞാൻ അങ്ങോട്ട് വരുന്നു. എന്തായാലും നന്നായി. നിന്റെ മോളെ അവിടുന്ന് തല്ലി ഇറക്കിയിടി. അതാ കൊച്ചേ, നിന്നെ കാണാൻ വേണ്ടിട്ടാ ഞാൻ വന്നത്. ഏതായാലും നിന്നെ കണ്ടല്ലോ, എനിക്ക് നിന്റെ അടുത്ത് ചോദിക്കണം. എന്തിനു മാമി? എന്തിനു മാമിന്നോ? എടി, എന്റെ മോന്റെ വിരലിന്റെ വലിപ്പമല്ലോടി നീ. എന്നിട്ട് നീ അവരുടെ കാലല്ലോ ഓടിക്കുമെന്ന് പറഞ്ഞില്ലടി. ഈ മാമി എന്തിനമ്മ പറയണത്? എനിക്ക് അറിഞ്ഞൂടാ. കുറെ നേരം ഇതാണ്ടേ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വീട്ടിൽ വന്ന് പറയണം, അല്ലാതെ വഴിയിൽ വെച്ച് പറഞ്ഞാലേ നിന്റെ സ്റ്റാൻഡേർഡ് അല്ല ഞങ്ങൾക്ക്. നിന്റെ സ്റ്റാൻഡേർഡ് പിന്നെ നാട്ടുകാർക്ക് മൊത്തം അറിയാം. ഇപ്പൊ ഞാൻ ഇവിടെ വെച്ച് നിന്നെ ആക്ഷേപിച്ചെന്നുള്ളത് നീ എന്തിനു വെച്ചാൽ എന്തൊരു മാമി തന്നെ കുന്തിരി മാമി. നിനക്ക് അറിയത്തില്ല അല്ലേടി കാര്യം. നീ വീട്ടിലോട്ട് കിടക്കടി, വീട്ടിലോട്ട് കിടക്കടി. നീ ഇനി വന്നാണോ എന്നെ? എന്താണ് ഞാൻ പിന്നെ ഇവിടെ വെറുതെ നിൽക്കാനോ? അത് കൊള്ളാലോ. എടി എടി, നിനക്കൊക്കെ നാണം ഉണ്ടോടി? നാണം ഉള്ളവളാണ് എടി നീയൊക്കെ. നടക്കുന്നവള് മാറി അങ്ങോട്ട് പറയട്ടെ. പ്രശ്നം പറയട്ടെ. ഓറഞ്ച് എത്ര എണ്ണ? മുന്തിരിയ എടാ അളിയാ, ഈ പരിപാടിയൊക്കെ നീ എവിടുന്ന് പഠിച്ചടാ? ഇടാ, ഞാനേ ഹോട്ടൽ മാനേജറിന്റെ പോലെ ചുമ്മാ ഒന്നുമല്ല മുത്ത്. എന്നാലും ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, എന്താ? ഈ കുപ്പിയിൽ നിന്നേ നമുക്ക് കുറച്ച് മാറ്റി വെച്ചൊക്കെ എങ്ങാനും ഈ പ്ലാൻ പാളിക്കഴിഞ്ഞാല് പിന്നെ നമുക്ക് അടിക്കാനൊന്നും നടത്തില്ല. അത് പാടാൻ കാണിച്ചു. ഞാൻ പ്രോയാണ്, പ്രോ. മനുവേ, റേഷൻ കട വിട്ടല്ലേടാ ഞാന് അരിയും പഞ്ചസാരയും മേടിക്കാന്. എന്നിട്ട് നീ ഇവിടെ വന്ന് നിൽക്കുവാന്നോ? അതിനെ അതുവഴി വന്നിട്ട് ഇവനെ കണ്ട് ഇവന്റെ കൂടെ ഇവിടെ വന്നിട്ട് അങ്ങനെ അങ്ങ് റേഷൻ കടപ്പാന്ന് വിചാരിച്ചു. എന്തിനാണ് ഇവിടെ ഒരു വാടാ? വാടയോ? എന്താണ് പരിപാടി? മാറ്റം. ഓ, ഇത് ഞങ്ങള് ഫ്രൂട്ട്സ് കൊണ്ട് മിക്സ് ചെയ്തിട്ടെ ഒരു പുതിയ ഡ്രിങ്ക്, ഒരു എനർജി ഡ്രിങ്ക്. ഇത് കുടിച്ചു കഴിഞ്ഞാൽ നല്ല പവർ ആയിരിക്കും. അപ്പൊ നമ്മളത് മാർക്കറ്റിൽ ഇറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പ്രൊഡക്റ്റ് ആയിട്ട് നമ്മൾ മാർക്കറ്റിൽ ഇറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഈ ഡ്രിങ്ക്. പുതിയൊരു ട്രൈ. നമ്മുടെ ബിസിനസ് പോലെ തന്നെ. ബിസിനസിന് വേണ്ടിട്ടാ? അയ്യോ നന്നായിട്ടാ. ഇത് വേണോ കുടിക്കാൻ? ഇത് എങ്ങനെയെങ്കിലും എനിക്ക് എങ്ങനെയെങ്കിലും അമേരിക്ക തോപ്പിക്കണം അമ്മച്ചി. അമേരിക്ക തോപ്പിച്ചിട്ട് എനിക്ക് മാർക്കറ്റ് ഇതിൽ ഭയങ്കര ഹിറ്റ് ആക്കി എടുക്കണം. ഇത് ആരാണ് ഇപ്പൊ ഇങ്ങനെ ചെയ്യാൻ പഠിപ്പിച്ചത്? യവനാണാ? സുരഭി, നീ കേട്ടോ എന്റെ മോൻ ഈ കുടുംബത്തിന് വേണ്ടി എന്തെല്ലാം കഷ്ടപ്പെടുന്നുണ്ടെന്ന്? എന്നിട്ടാണ് നീ അവന്റെ നീണ്ട കാല് തല്ലി പിടിക്കാൻ പോയത്? സോറി അണ്ണ, അപ്പോഴത്തെ ദേഷ്യത്തിൽ എന്തൊക്കെ ഞാൻ പറഞ്ഞു പോയി. മക്കളെ, നിന്റെ ഉള്ളിലൊരു ശാസ്ത്രി ഉറങ്ങി കിടക്കുന്ന കാര്യം അമ്മ അറിഞ്ഞില്ലടാ. ശാസ്ത്രി ശാസ്ത്രീയല്ലമ്മ, ശാസ്ത്രജ്ഞൻ. അയ്യോ, വലിയ പഠിപ്പുകാരി ചിരിക്കുന്നു. അവിടെ അമ്മയിൽ നിന്നങ്ങ് ചിരിക്കുന്നു. അയ്യോ, എല്ലാവർക്കും എല്ലാം അറിയാം. അമ്മയ്ക്ക് മക്കളുടെ അത്രയും പഠിപ്പൊന്നുമില്ല. എന്നാലും എന്റെ മോൻ ഇതൊക്കെ ചെയ്തെന്ന് പറയുമ്പോ അമ്മയ്ക്ക് അഭിമാനം തോന്നുന്നു മക്കളെ. എന്റെ ചെറുക്കന്റെ കൂടെ നടന്നിട്ടുള്ള ബുദ്ധിയാണത്. അല്ല, ഞങ്ങളുടെ കഴിവുകൊണ്ടല്ലേ അമ്മച്ചി. നമ്മുടെ കഴിവുകൊണ്ട് നമ്മളിങ്ങനെ അത്ര വളർന്നല്ലേ പറഞ്ഞോടാ അമ്മച്ചി. അതെ, എന്റെ മോന്റെ കഴിവുണ്ട്. നിന്റെ മരുമോൻ ഇപ്പോഴും ഇങ്ങനെ നിക്കുന്നു. അത് തന്നെ. അവൻ വരെ സമ്മതിച്ചത്. നിങ്ങളൊന്ന് ചെല്ലെന്നാ. ഞങ്ങൾ ഇതിന്റെ കുറച്ച് പരിപാടിയുണ്ട്, ബാക്കിയും കൂടെ. അല്ല, കുടിക്കണ സാധനം കുറച്ച് തന്നാണ്.
കുടിച്ചു നോക്കട്ടെ. ഇച്ചിരി അമ്മയ്ക്ക് ഐശ്വര്യമായിട്ട് ഇച്ചിരി താമ. അമ്മച്ചി അത് കയ്യോ അത് കുടിച്ചൂടാ. ആ. അതിപ്പോ ഡയറക്റ്റ് ആയിട്ട് കുടിച്ചു. ഇതിന് 2 മണിക്കൂർ ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ട് 2 മണിക്കൂർ ഇരിക്കണം. അതെല്ലാം കൂടെ നല്ല വാട വരുന്നുണ്ടല്ലോ, ഇവിടെ ഉണ്ടാവുമല്ലോ. എന്തിനാണ് ഇവിടെ 2 മണിക്കൂർ നിക്കണം? മിക്സ് ആയി കഴിഞ്ഞാലേ തരാൻ പറ്റുള്ളൂ. അത് സെറ്റ് ആവണം. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ വീട്ടിലോട്ട് നോക്കൂ. നമുക്ക് ഇത് പാർസലാക്കിയിട്ട് വീട്ടിലേക്ക് കൊടുത്തു വിടാം. 2 മണിക്കൂർ കഴിഞ്ഞിട്ട്. എന്തരന് 2 മണിക്കൂറത്തെ കാര്യമല്ലേ ഉള്ളു. നമ്മളിവിടെ നിന്നോ. അതേടി കൊച്ചമണി, നമുക്ക് ഇവിടെ നിക്കാടി. ഇന്ന് അത് കുടിച്ചിട്ടേ പോന്നുള്ളൂ. അല്ല അത് അങ്ങനെ കുടിക്കാൻ പറ്റില്ല, അത് സെറ്റ് ആവണത്. അതുകൊണ്ടാണ്. പിന്നെ എനർജി ഡ്രിങ്ക് ആണെന്നൊക്കെ പറഞ്ഞിട്ട് എടി കൊച്ചെ പറഞ്ഞത് കേട്ടില്ലേ? 2 മണിക്കൂർ അത് സെറ്റ് ആവണോന്ന്. നിനക്ക് 2 മണിക്കൂർ ഒന്നും നിക്കാൻ പറ്റൂലേ? ഇത് വേണോ? അത് വേണം. തന്നെ എന്നാ പിന്നെ നിങ്ങൾ രണ്ടും കുടിച്ചിട്ട് വാമ, ഞാൻ മുകളിൽ പോയിട്ട് ഞാനും വരുന്നു. എന്റെ കൊച്ചിന് കൊണ്ടുവന്നേന്. അയ്യോ, നിന്റെ സാധനം എനിക്ക് ഇല്ലാഞ്ഞിട്ടാ. അയ്യോ മക്കളെ, എന്തെങ്കിലും സഹായം ഞാനായിട്ട്. നിങ്ങൾ എന്തിനാമ ഇങ്ങനെ ഇവിടെ കിടന്ന് കറങ്ങുന്നത്? നിങ്ങൾക്ക് വീട്ടിൽ പോക്കൂടെ അമ്മച്ചി? ആന്റി പൊക്കോ. നല്ല വലിപ്പം ഇല്ലയോ? വലിയ ആപ്പിള്.